ആ സിദ്ധു ആ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ നാളെ കുഴിപ്പുറത്ത് പോണുള്ളൂ. ആ ആ ശരി, പിന്നെ വിളിക്കാട്ടോ. ഓക്കെ. ഹലോ, പാടോ. ആശ നേരത്തെ പോയാ? എൻ്റെ അമ്മ 2 ദിവസം കൊണ്ടൊരു ടെൻഷനാണെന്നറിയോ? ഇപ്പൊ നേരത്തെ ഇട്ട് പോവില്ലേ? ഒരു കുടുംബമൊക്കെ ആയപ്പോ ജോലിക്കാത്തിൽ കുറച്ച് ചൂടൊക്കെ വന്നില്ലേ? നല്ലതാ. ചേച്ചി വെളി വന്നോ? എന്ത്? ഓ, അടുക്കളയിൽ എന്നെ പോയി തപ്പിയായിരിക്കും അല്ലേ? പിന്നെ ഒരു കാര്യം പറയാം, വരക്ക് പറയല്ലേ. എന്തെന്നോ? വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുത്തപ്പോ താഴെ വീണ് പൊട്ടി. എന്റെ പൊന്ന് പാറു, നീ ഇത് എത്രാമത്തെ ക്ലാസ്സാ പൊട്ടിക്കണേ? ഞാൻ കൊച്ചുകുട്ടിയല്ലേ. ആ, ഇത് വല്ലാത്തൊരു കൊച്ചുകുട്ടി തന്നെയാ. ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്നൊക്കെ പറഞ്ഞു പോയാണല്ലോ. മിണ്ടാതിരി, ഇനിയിപ്പോ അതും കേട്ടോണ്ട് വന്നാ മതി. എന്തു പറ്റി? ഇന്നലെ ഇങ്ങ്, വൈകുന്നേരം വീണ്ടും അങ്ങ്, ഇന്ന് രാവിലെ വീണ്ടും ഇങ്ങ്. അതെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനേ ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല. അതിന് അമ്മൂമ്മയ്ക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കത്തില്ലേ? അതെങ്ങനെയാ? നിന്റെ അമ്മ അതിന് സമ്മതിക്കുവോ? അമ്മ പറഞ്ഞ അമ്മൂമ്മയും വരാൻ. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ നിന്റെ അമ്മയുടെ സംസാരം കേട്ടാ അറിയാം ഞാനിങ്ങ് വന്നാ കൊള്ളാമെന്ന്. അമ്മൂമ്മേ, നീലമ്മ ഇന്നലെ വീണിട്ട് എന്തെങ്കിലും പറ്റിയോ? അതെങ്ങനെയാ? അകത്തങ്ങാണം കയറി കിടക്കാൻ പറഞ്ഞാൽ കേൾക്കുവോ? അച്ഛനെ തിരക്കി പറമ്പിൽ പോയതാ. വാഴ വെക്കാൻ കുഴിച്ചിട്ടിരുന്ന കുഴിയിലാ വീണത്. ഭാഗ്യത്തിന് കാലൊടിഞ്ഞില്ല. അച്ഛൻ വന്നെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നേനെ. എവിടെ വരാൻ പിള്ളേരെ, ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും തോന്നല്ലേ. അവന് വരാനൊന്നും പോകുന്നില്ല. അവനെ ഈ പ്രാരബ്ധത്തിൽ നിന്നൊക്കെ ഒളിച്ചോടിയതാ. അവൻ എപ്പോഴും പറയത്തില്ലായിരുന്നോ ഞാൻ പോവും പോവും പോവുമെന്ന്. ഇപ്പൊ ഒരവസരം വന്നു, അവൻ അവന്റെ പാട്ടിന് പോയി. അയ്യോ, അച്ഛനും വരൂല്ലേ? ഞാൻ എഴുതി വെച്ച് തരാം, അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല. ബാലു എന്ന അധ്യായം ഇവിടെ അടഞ്ഞു. അച്ഛൻ അച്ഛൻ ഞങ്ങൾ ഇട്ടിട്ട് എങ്ങോട്ടാ അച്ഛാ പോയത്? ബാലുച്ച, എന്നോടുള്ള ദേഷ്യത്തിന് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നോടുള്ള ദേഷ്യത്തിന് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഭാര്യ വയ്യാതെ ആശുപത്രിയിലായതൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞ്. അവളിപ്പോ എന്റെ കൂടെ അങ്ങ് പടവലത്തുണ്ട്, അതറിഞ്ഞായിരുന്നോ? അത് പറഞ്ഞു. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടുള്ള വരവല്ലയോ? ഓ, ഞാൻ എല്ലാം അറിഞ്ഞു. ഈ ബാക്കിയുള്ളവരെ അറിയാൻ കിടക്കണേ ഉള്ളൂ. അച്ഛാ എന്താ അതിന് കട്ടച്ചേർത്തട്ടോ? ബാക്കിയൊക്കെ പിന്നെ. ബാലുച്ച, ഏ ഏ എന്തോ മേശ തടവുന്ന? എന്താ മേശ തടവുന്ന? എനിക്ക് നിങ്ങളെ പോലെ പ്രിയപ്പെട്ട തന്നെ എന്റെ മേശ. ഞാൻ വല്ലം പച്ചയാ നോക്കായിരുന്നു. മക്കളും മേശയൊക്കെ പ്രിയപ്പെട്ടതാ. പ്രിയപ്പെട്ട ഒരുത്തി അവിടെ കിടപ്പുണ്ട്, അതന്വേഷിക്കണമെന്നുണ്ടോ? അവിടെ കിടക്കട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചോണ്ട് പോയല്ലേ, പ്ലാൻ ചെയ്ത്. അവിടെ കിടന്ന് നമുക്ക് സന്തോഷമാണല്ലോ. അവന് അവിടെ തന്നെ നിൽക്കിട്ട്. പ്ലാൻ ചെയ്ത് വിളിച്ചോണ്ട് പോയത്? ഇവിടെ കിടന്ന് ഭ്രാന്ത് പിടിക്കണ്ടെന്ന് വിചാരിച്ച് വിളിച്ച് അവിടെ കൊണ്ട് നിർത്തിയതാ. പക്ഷെ ഞാൻ പണ്ട് അവളെ പലതവണ വിളിച്ചിട്ടുണ്ട്, അന്നൊന്നും അവള് വന്നിട്ടില്ല. അയ്യോ, അന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. ഞാൻ ലോകം മൊത്തം തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. സന്തോഷമായിട്ട് ജീവിച്ചാ. നീ പോടാ. കട്ടൻ അച്ഛൻ വന്ന് കയറി ഉടനെ തുടങ്ങിയാ. അച്ഛൻ ഇപ്പൊ ആവശ്യപ്പെട്ടിട്ട് ഞാൻ കട്ടൻ ചായ കൊണ്ടുവന്നേ. അച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണോ ഓരോരുത്തരെ വിളിച്ചോണ്ട് ഇവിടെ വന്നത്? തന്നെ ആവശ്യപ്പെട്ടാ? കൊച്ചോടെ എന്നെ വിളി. ഞാൻ വിളിച്ചോണ്ട് വരാം. അതിനെ എന്തിനാ വിളിക്കുന്നത്? അതിനെ ഇനി വിളിക്കാനൊന്നും പോണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് ഇരുന്നേച്ചാ മതി. എന്തുവാ ഒരു മനമാറ്റം? അവള് മാമിയെ കുപ്പിയിലിറക്കിയ. കുപ്പിയിലിറങ്ങാൻ ഞാൻ എന്തോ കുട്ടിച്ചാത്തനോ? അമ്മൂമ്മക്ക് രാജുവിനെ രാധേനെ അറിയൂ? മായാവിയിലെ രാജുവിന്റെ അതേല്ലയോ? കുപ്പിയിലിറങ്ങുന്ന ആളല്ലേ, പിന്നെ അവരെങ്ങനെ അറിയാതിരിക്കും? അറിയാലോ. ഇപ്പോഴാ ഈ വീടിനൊരു ജീവൻ വെച്ചത്. ബാലുച്ചനെ വിളി.
വിളിപ്പിച്ചായിരുന്നു. വിളിപ്പിച്ച് എന്ത് വിളിപ്പിച്ച ഇഷ്ടമില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ബാലുച്ചൻ എന്തോ എന്നോട് പറയാനുള്ളത്? അച്ഛൻ എവിടൊക്കെ പോയെന്നുള്ള കഥ പറയാനായിരിക്കും. എന്താ ചോദിച്ചേ? അതാ പറയാൻ പറ്റിയ സമയം. ഇയാൾ അച്ഛൻ ഇവിടെ ഒന്ന് ഷോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ അറിഞ്ഞില്ലേ? അത് അതെന്താന്ന് വെച്ചാലേ ആ കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ദേഷ്യത്തില് അങ്കിൾ ഇവിടെ വന്ന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ ആള് ഭയങ്കര പാവമാണെന്ന് തോന്നുന്നു. കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഈ വീട്ടിൽ നിന്നല്ല ആ വീട്ടിൽ നിന്നല്ല ഇറങ്ങിപ്പോയത്. അപ്പൊ അവന്റെ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണം, അല്ല ഇവിടെ വന്നല്ല ബഹളം ഉണ്ടാക്കേണ്ടത്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാല്ല എന്താണ് നമ്മൾ ചെയ്യണത്. നീയൊക്കെ കൈ കഴിക്കണം നോക്കിയിരുന്ന ഇങ്ങനെയാണോ നിന്നെ ഞാൻ പഠിപ്പിച്ചത്? തന്നെ തന്നെ അല്ല, അമ്മ ഒരടി കൊടുത്തായിരുന്നു. കൊടുത്താ നന്നായി. ചേച്ചിയുടെ പപ്പയ്ക്കല്ല, കൂടാതെ ഗുണ്ടയ്ക്ക്. അയ്യേ നശിപ്പിച്ചിട്ട് കൊടുക്കേണ്ട കൊച്ചിന്റെ പപ്പയ്ക്കല്ലേ. എങ്ങനെ അടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനകത്തായിരുന്നു. കേട്ടോളാന്ന് സൂപ്പറായിരുന്നു. എടോ, ഇയാളൊന്നും കേട്ട് ഡെസ്പാവണ്ട. അച്ഛനെ മനസ്സിലുള്ള പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞത് കാര്യമാണ്. എന്ന് വരും എൻ്റെ അച്ഛൻ? ഇനി വരുമെന്ന് തോന്നുന്നില്ല. വന്നില്ലേ വിളിച്ചു വരുത്തണം. എന്നെ കാണാൻ വേണ്ടി ഇടക്കല്ലേ? എനിക്ക് അയാളൊന്ന് കാണണം. ആരെയും വിളിച്ചു വരുത്തി കാണുമൊന്നും വേണ്ട, വരുന്നെങ്കിൽ കണ്ടാ മതി. അച്ഛാ, ഭാഷകൾക്കും അടി കിട്ടി. ആരെയെന്ന്? ചേച്ചിയുടെ പപ്പടയിന്ന്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ ലോകത്ത് അവൻ ആരും അടിച്ചാലും എനിക്ക് സന്തോഷമാണ്. ആമിയേ, ബാലു ഇത്രയും നാളെ തെങ്ങും കൂടി കിടന്ന് കിളച്ച് പറഞ്ഞവനല്ല, ലോകം മൊത്തം കിളച്ച് പറഞ്ഞവനാണ്. അടക്കളല്ലേ?